നിയമം കേരള രാഷ്ട്രീയത്തിലെ ചൂടേറിയ പോരാട്ടം ഇവിടെയാണ്. ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ നീക്കവും കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇത്തവണ ഇവിടെ നടക്കുന്നത് വെറും ഒരു പോരാട്ടമല്ല, പകരം ഒരു വശത്ത് വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡുമായി വരുന്ന രാജീവ് ചന്ദ്രശേഖറും മറുവശത്ത് കുതന്ത്രങ്ങൾ പയറ്റുന്ന CPM-ഉം തമ്മിലുള്ള നേരിട്ട യുദ്ധമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നേമത്തെ ഇടതുകോട്ടകളിൽ ചെറിയൊരു വിറയൽ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അപരനെ നിർത്തി വോട്ടർമാരെ പറ്റിക്കാൻ നോക്കുന്ന CPM-നും ശിവൻകുട്ടിക്കും രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മാസ് മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യം തന്നെ നമുക്ക് ആ അപരൻ നാടകത്തിലേക്ക് വരാം. എന്താണ് ഈ അപരൻ രാഷ്ട്രീയം? ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരുമ്പോൾ അയാളുടെ പേരിനോട് സാമ്യമുള്ള മറ്റൊരാളെ സ്വതന്ത്രനായി നിർത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ CPM നിർത്തിയിരിക്കുന്നത് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പേര് രാജീവ് എന്ന് മാത്രം. രാജീവ് ചന്ദ്രശേഖർ ഇതിനെതിരെ ആഞ്ഞടിച്ചത് കണ്ടോ? വോട്ടർമാരെ വിഡ്ഢികളാക്കാനാണ് CPM ഈ കളി കളിക്കുന്നത്. തന്റെ പേരുള്ള ഒരാളെ കണ്ടാൽ BJP വോട്ടുകൾ അങ്ങോട്ട് പോകുമെന്നും അതുവഴി രക്ഷപ്പെടാമെന്നും ശിവൻകുട്ടി കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ബുദ്ധിയെ പരിഹസിക്കലാണ്. സ്വന്തം പാർട്ടിക്കാരനെ തന്നെ അപരനായി നിർത്തേണ്ടി വരുന്നത് ശിവൻകുട്ടിയുടെ പരാജയ ഭീതിയല്ലേ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ പതറുകയാണ് ഇടതുപക്ഷം. രാജീവ് ചന്ദ്രശേഖർ ഇതിനെ പരിഹസിക്കുന്നത് വളരെ കൃത്യമായാണ്. ശിവൻകുട്ടിക്ക് എന്നെ നേരിടാൻ ഭയമാണ്. അതെ, സ്വന്തം പാർട്ടിയിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അപരനായി നിർത്തേണ്ടി വരുന്നത് തന്നെ ആ പേടിയുടെ തെളിവല്ലേ? ജനങ്ങൾ വിവരമില്ലാത്തവരാണെന്ന് കരുതുന്ന പഴയ കാലത്തെ ഈ നാടകം ഇത്തവണ നിയമത്ത് വിലപ്പോകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസംഗത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ഭാഗം ശിവൻകുട്ടിയുടെ ഭരണത്തെക്കുറിച്ചുള്ളതായിരുന്നു. വെറുതെ ഒരു സ്ഥാനാർത്ഥിയായല്ല രാജീവ് സംസാരിക്കുന്നത്, പകരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. 10 വർഷം ഒരു മണ്ഡലത്തിലെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, മേയറായിരുന്നു. എന്നിട്ടും നിയമത്തിന് എന്ത് കിട്ടി? നിയമത്തെ റോഡുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും വികസനം എന്നത് അവിടെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു എന്ന്. ശിവൻകുട്ടി ഇത്തവണ 100% തോൽക്കും. അത് രാജീവ് ചന്ദ്രശേഖർ തോൽപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് തന്നെ വിശ്വസിച്ച് ജനങ്ങളെ വഞ്ചിച്ചത് കൊണ്ടാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നേമത്ത് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വഞ്ചിക്കപ്പെട്ട ജനങ്ങളുടെ പ്രതികാരമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ്. ഇവിടെ CPM-നെ മാത്രമല്ല കോൺഗ്രസിനെയും രാജീവ് ചന്ദ്രശേഖർ വെറുതെ വിടുന്നില്ല. ഡീൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പരസ്പരം പഴിചാരുന്ന ഇവർ സത്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. അവർ കേരളത്തിന് വേണ്ടിയോ നിയമത്തിന് വേണ്ടിയോ എന്ത് ചെയ്തു? ചോദ്യം പ്രസക്തമാണ്. വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത്. പണ്ട് മുതൽക്കേ കേരളത്തിൽ നടന്നു വരുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇത്തവണ നടക്കില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ ഈ 2 മുന്നണികളും പരാജയമാണെന്ന് ജനങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് രാജീവ് ചന്ദ്രശേഖർ യുവതലമുറയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. യുവതലമുറയാണ് മാറ്റത്തിന്റെ കാറ്റലിസ്റ്റ്. പഴയ കാലത്തെ വിവാദ രാഷ്ട്രീയവും ചേരിതിരിഞ്ഞുള്ള വഴക്കുകളും കണ്ട് മടുത്ത ഒരു തലമുറ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടത് തൊഴിലാണ്, IT പാർക്കുകളാണ്, മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതെല്ലാം കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് യുവാക്കൾ വിശ്വസിക്കുന്നു. വിവാദങ്ങൾ സൃഷ്ടിച്ച് വോട്ട് പിടിക്കുന്ന പഴയ രീതി ഇനി നടക്കില്ല. വികസനത്തിന്റെ പുതിയ ഭാഷ സംസാരിക്കുന്ന യുവജനത ഇത്തവണ മാറ്റത്തിന് വോട്ട് ചെയ്യുമെന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വെറുതെയല്ല. നിയമം ഇനി ഗുണ്ടായുസത്തിനല്ല, വികസനത്തിന് വോട്ട് ചെയ്യും. ഇതാണ് നിയമത്തെ ഇന്നത്തെ മുദ്രാവാക്യം. സുഹൃത്തുക്കളെ, മന്ത്രി ശിവൻകുട്ടിക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? മുന്നിൽ നിൽക്കുന്നത് വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഇന്ത്യയുടെ IT വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച, ലോകം അംഗീകരിച്ച രാജീവ് ചന്ദ്രശേഖറാണ്. തനിക്ക് വരാൻ പോകുന്ന വമ്പൻ തോൽവി മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ശിവൻകുട്ടിയും CPM-ഉം ഇപ്പോൾ അപരന്മാരെ തിരഞ്ഞു നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എത്ര കൃത്യമാണ്. വോട്ടർമാരെ വിഡ്ഢികളാക്കാൻ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ രാജീവ് എന്ന പേരിൽ കളത്തിൽ ഇറക്കിയിരിക്കുന്നു. ശിവൻകുട്ടിക്ക് ചോദിക്കാൻ വികസനമില്ല, പറയാൻ നേട്ടങ്ങളില്ല, പിന്നെ എന്ത് ചെയ്യും? വോട്ട് യന്ത്രത്തിൽ പേര് കണ്ട വോട്ടർമാർക്ക് തെറ്റുപറ്റട്ടെ എന്ന് കരുതി കുതന്ത്രങ്ങൾ മെനയുന്നു. ഇതൊരു മാന്യനായ രാഷ്ട്രീയക്കാരന് ചേർന്നതാണോ? മന്ത്രി ശിവൻകുട്ടിക്ക് നിയമത്തെ ജനങ്ങളെ ഇത്രമാത്രം പേടിയാണോ? പേടിക്കണം. കാരണം 10 വർഷം കൊണ്ട് നിയമത്തിന് വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല.
ഇനി നമുക്ക് മന്ത്രി ശിവൻകുട്ടിയുടെ ആ പഴയ മാസ് പ്രകടനം ഒന്ന് ഓർക്കാം. 2015 നിയമസഭയിൽ മൈക്ക് തല്ലിപ്പൊളിച്ചും സ്പീക്കറുടെ കസേര മറച്ചിട്ടും അഴിഞ്ഞാടിയ ആ ദൃശ്യങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? ഇദ്ദേഹമാണോ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ ആഗോളതലത്തിൽ വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ശിവൻകുട്ടി നിയമസഭയിൽ മേശപ്പുറത്ത് കയറി നിൽക്കുകയായിരുന്നു. നിയമത്തെ ജനങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് വേണ്ടത് ഒരു ടെക്നോക്രാറ്റിനെയോ അതോ സഭയിൽ തല്ലുണ്ടാക്കുന്ന ഒരാളെയാണോ? രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത് സ്മാർട്ട് നിയമം എന്ന ആശയമാണ്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന IT ഹബ്ബുകൾ വരുന്ന ഗുണ്ടാ വിളയാട്ടമില്ലാത്ത ഒരു നിയമം. മാറ്റത്തിന്റെ കാറ്റലിസ്റ്റ് ആകേണ്ടത് യുവാക്കളാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വെറും വാക്കല്ല. ശിവൻകുട്ടിയുടെ കുതന്ത്രങ്ങളെയും അപരൻ രാഷ്ട്രീയത്തെയും അറബിക്കടലിൽ എറിയാൻ നിയമത്തെ പുതുതലമുറ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ടെടുപ്പല്ല, മറിച്ച് നിയമത്തിന്റെ അന്തസ് വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. 10 വർഷത്തെ വഞ്ചനയ്ക്ക് മറുപടി നൽകാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വിദേശത്തും മറ്റും പോയി അവിടുത്തെ വിദ്യാഭ്യാസ മാതൃക പഠിക്കാൻ പോയ മന്ത്രിയാണ് ശിവൻകുട്ടി. പക്ഷേ സ്വന്തം മണ്ഡലമായ നേമത്തെ സ്കൂളുകളിലേക്ക് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യമില്ലാത്ത ക്ലാസ് മുറികളും ഇപ്പോഴും അവിടെയുണ്ട്. വിദേശത്തെ വികസനം ഫേസ്ബുക്കിലിടാൻ കാണിക്കുന്ന ആവേശം നേമത്തെ കുട്ടികളുടെ കാര്യത്തിൽ എന്തേ കാണിക്കുന്നില്ല? ലോകം ചുറ്റാൻ കാണിക്കുന്ന താല്പര്യം നേമത്തെ റോഡുകളുടെ കുഴിയടയ്ക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്രോളുകളിട്ടും കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ചും നേരം കളയുന്ന ഒരു സോഷ്യൽ മീഡിയ മന്ത്രിയായി ശിവൻകുട്ടി മാറിയിരിക്കുകയാണ്. എന്നാൽ നേമത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നം ഇതൊന്നും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കാണില്ല. രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കുമ്പോൾ ശിവൻകുട്ടി ഇവിടെ വെറും ട്രോളന്മാരുടെ നിലവാരത്തിലേക്ക് മാറുകയാണ്. നേമത്തിന് വേണ്ടത് ഒരു ട്രോളറെയല്ല, മറിച്ച് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ്. സുഹൃത്തുക്കളെ, ഈ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പേ ശിവൻകുട്ടി തോൽവി സമ്മതിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആ പഴയ കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. തൃശ്ശൂരിൽ വെച്ച് നടന്ന പ്രസ് മീറ്റ് ഓർക്കുന്നുണ്ടോ? ഞാൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞ ശിവൻകുട്ടിയെ നമ്മൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഉണ്ടായ ആ ഭയം ഇന്നും അദ്ദേഹത്തെ വിട്ടുമാറിയിട്ടില്ല. പാർട്ടി നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഇപ്പോൾ നേമത്ത് അംഗത്തിനിറങ്ങുന്ന ശിവൻകുട്ടിക്ക് തോൽവി ഉറപ്പാണ്. ആ ഉറപ്പുള്ള തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ അപരൻ എന്ന തറവേലയുമായി CPM ഇറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു ശിവൻകുട്ടി അന്ന് പിന്മാറാൻ നോക്കിയത്? ഉത്തരം ലളിതമാണ്. മുന്നിൽ നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, ലോകം അംഗീകരിച്ച ടെക്നോക്രാറ്റ്, ഇന്ത്യയുടെ IT വിപ്ലവത്തിന് കരുത്തു പകർന്ന വ്യക്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് മുന്നിൽ തന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിലപ്പോകില്ലെന്ന് ശിവൻകുട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. പക്ഷേ CPM അദ്ദേഹത്തെ നിർബന്ധിച്ച് നേമത്ത് കെട്ടിയിറക്കി. തോൽക്കുമെന്നുറപ്പുള്ള ഒരു പോരാട്ടത്തിൽ ഇറങ്ങേണ്ടി വന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഗതികേടാണ് നിങ്ങൾ ഇന്ന് നേമത്ത് കാണുന്നത്. ശിവൻകുട്ടി എന്ന രാഷ്ട്രീയക്കാരന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണിത്. താൻ പടുത്തുയർത്തിയ പഴയ ഇടതുകോട്ട ഒരൊറ്റ തിരഞ്ഞെടുപ്പിലൂടെ തകർന്നടിയുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ പേര് കേട്ടപ്പോൾ തന്നെ തൃശ്ശൂരിൽ വെച്ച് ഞാൻ മത്സരത്തിനില്ല എന്ന് പിന്മാറാൻ നോക്കിയ ആ ഭീരുത്വം നേമത്തെ ഓരോ വോട്ടറും കണ്ടതാണ്. പാർട്ടി നിർബന്ധിച്ച് പിടിച്ചിറക്കിയ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു മണ്ഡലത്തെ നയിക്കാൻ കഴിയുക? ആ പരാജയ ഭീതിയിൽ നിന്നാണ് അപരൻ എന്ന കുതന്ത്രം ജനിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ പോലെ മുരടിച്ചു നിൽക്കുന്ന ഒരു നിയമമാണോ? ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ടെടുപ്പല്ല, നിയമത്തെ വഞ്ചിച്ചവർക്കുള്ള മറുപടി തന്നെയാണ്. കേന്ദ്ര പദ്ധതികൾക്ക് കേരളത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സ്വന്തം നേട്ടമായി ആഘോഷിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇത്തവണ നടക്കില്ല. വികസനത്തിന്റെ പുതിയ സൂര്യോദയത്തിനായി നിയമം കാത്തിരിക്കുകയാണ്. മാറ്റത്തിന്റെ കാറ്റലിസ്റ്റ് ആകാൻ യുവാക്കൾ തയ്യാറെടുത്തു കഴിഞ്ഞു. കുതന്ത്രങ്ങളെയും അപരന്മാരെയും അറബിക്കടലിൽ എറിഞ്ഞ് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിലൂടെ നിയമം കുതിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.